സന്തോഷ് എന്നോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്ന് പറയുന്നതിന്റെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയതാണ് ഈ കഥ. തിരുവനന്തപുരത്ത് അന്ന് ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കുന്നു. കടന്നാക്രമണമായിരുന്നു. സാധാരണഗതിയിൽ ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ സർക്കാരുകൾ ഭരിക്കുന്ന സമയത്തും. ഇങ്ങനെ ഒരു മുൻകൂട്ടി പറയാതെയോ അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് പ്രതിഷേധിക്കുന്നതൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീരുത്വമാണ്. അന്ന് ആരോഗ്യമന്ത്രിയുടെ വീടിന് മുൻപിൽ ഇങ്ങനെ റീത്ത് വയ്ക്കുന്നു. ഇന്നിപ്പോഴത്തെ കണ്ണൂരിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുകയാണ്. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ്. ഇതൊന്നുമല്ല സമരത്തിന്റെ രീതികൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ KS യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇതിനെയൊക്കെ അനുകൂലിക്കുകയാണ്. അതിൽ നിന്നാണ് പറയുന്നത് ഇത് കരുതിക്കൂട്ടിയുള്ള രാഷ്ട്രീയ ആക്രമണമാണ് എന്നത്. തീർച്ചയായും അതുതന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവമല്ല ഈ സംഭവത്തിന് ഉണ്ടായിരുന്നത്. പ്രതിഷേധം പല സ്ഥലത്ത് ഇന്നലെ 7ഓളം സ്ഥലത്ത് KSU പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും എല്ലാം തന്നെ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചിരുന്നു. അത് സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം കേരളം പലതവണ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് അതിന് വലിയ പുതുമയില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധങ്ങൾക്കെല്ലാമുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം സാധാരണഗതിയിൽ നടക്കുന്നത് ഒന്നുകിൽ പൊതുപരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കണം. അവിടെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ പ്രതിഷേധത്തിൻ്റെ നടപടിയാണ്. അല്ലെങ്കിൽ മന്ത്രിയുള്ള മറ്റേതെങ്കിലും ഔദ്യോഗിക പരിപാടിയിലോ മറ്റോ ആയിരിക്കാം. ഇനി അതിൻ്റെ അങ്ങേയറ്റത്ത് മന്ത്രി കടന്നു പോകുന്ന വാഹനത്തിൽ പോകുന്ന വഴിയിൽ കരിങ്കൊടി കാണിക്കുന്ന സംഭവങ്ങളാകാം. പക്ഷേ ഇതെന്താണ്, മന്ത്രി വാഹനത്തിൽ നിന്നിറങ്ങി അവർ നടന്ന് ഈ ട്രെയിനിൽ കയറാൻ പോകുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. നാളെ ഈ ആക്രമണം മന്ത്രിയുടെ മറ്റേതെങ്കിലും സമയത്ത് മന്ത്രിക്ക് എല്ലാ സമയത്തും വാഹനത്തിലോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലോ കഴിയില്ല. കാരണം അവർക്ക് മറ്റ് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പതിയിരുന്നുണ്ടാകുന്ന ആക്രമണത്തെ എങ്ങനെയാണ് അതിനെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ കാണാൻ കഴിയുക? ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ അത് പ്രതിഷേധമാണ് എന്നുള്ളത് ഒരു തരത്തിലും കാണാൻ കഴിയില്ല. അത് അവർക്ക് നേരെ ഉണ്ടായ, മന്ത്രിക്ക് നേരെ ഉണ്ടായ ശാരീരികമായിട്ടുള്ള ഒരു കടന്നാക്രമണമായിരുന്നു. അവരെ ആക്രമിച്ച് അപായപ്പെടുത്തുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ആക്രമണമായിരുന്നു. അത് പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവമല്ല അതിനുണ്ടായിരുന്നത്, ഒരു അറ്റാക്കിന്റെ സ്വഭാവമാണ് എന്നുള്ളത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ കൃത്യമായും വ്യക്തമാണ്. പോലീസ് കൃത്യമായും പരിശോധന നടത്തിയതിന് ശേഷമാണ് വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇവർ ആക്രോശിച്ചുകൊണ്ട്, മന്ത്രിയെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് അവിടെ നിന്നും പാഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വിശദമായി പോലീസ് പരിശോധിച്ചതിന് ശേഷമാണ് അത്തരം വകുപ്പുകൾ ഇവർക്കെതിരെ, ഈ പ്രതികൾക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. KSU പ്രവർത്തകരായ 5 പ്രവർത്തകരെയാണ് വധശ്രമത്തിന് കേസെടുത്ത പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവം ഇത് ഒരു ചരിത്രത്തിൽ കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഈ ഒരു നേരിട്ടുള്ള ഒരു ആക്രമണം എന്ന പ്രതിഷേധം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് മന്ത്രിയെ ആക്രമിച്ച് അപായപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമാണ്. ഈ സംഭവം, ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാകുന്നത്. മന്ത്രി ഇന്നലെ ആ ദൃശ്യങ്ങളിൽ തന്നെ അറിയാമല്ലോ. അതിനുശേഷം മന്ത്രി എത്ര ശാരീരികമായിട്ടുള്ള അവശതയാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത് അവിടെ നേരിട്ട് കണ്ടവരും അത് ഈ മാധ്യമപ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ പറയുന്നുണ്ട്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം വളരെ ക്ഷീണിതയായാണ് മന്ത്രി കാണപ്പെട്ടത്. പിന്നീട് അവരുടെ മന്ത്രിയുടെ കഴുത്ത് ഇങ്ങനെ അനക്കാൻ പോലും കഴിയാത്ത വിധമുള്ള വേദന അനുഭവപ്പെട്ടതിന് ശേഷം പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും എല്ലാം തന്നെ അത് വളരെ വ്യക്തമായിരുന്നു. ഇന്നലെ ഡോക്ടർമാർ നടത്തിയിട്ടുള്ള പരിശോധനയിലും സാരമുള്ള ക്ഷതമാണ് ഏറ്റിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയത്. അതിനെ തുടർന്നാണ് വിദഗ്ധ പരിശോധനകൾക്കായി മന്ത്രിയെ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ ഇപ്പോൾ പരിശോധനകളും ചികിത്സയും തുടരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഗൗരവമായ സംഭവത്തെയാണ് ഒരു സ്വാഭാവിക പ്രതിഷേധം എന്നുള്ള രീതിയിൽ അതിനെ ഏറ്റവും ലളിതവൽക്കരിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും മറ്റ് ചില അവരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, മന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് ഒരു ആക്രമണം, കടന്നാക്രമണം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് നാടൊട്ടുക്ക് ഉയരുന്നത്. മനു, ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ സ്ത്രീകൾക്കെതിരായി ഇവരുടെ സമീപനം പറഞ്ഞല്ലോ. ഇപ്പോൾ സമീപകാലത്തെ 3 ആരോഗ്യമന്ത്രിമാരെ നമുക്ക് എടുക്കാം. സന്തോഷ്, ഒന്ന് 2006 VS സർക്കാർ, അന്ന് ശ്രീമതി ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി അല്ലേ? അതിനുശേഷം ശൈലജ ടീച്ചർ വരുന്നു, അതിനുശേഷം വീണ ജോർജ് വരുന്നു. ഈ 3 വനിതകളോടും വനിതാ മന്ത്രിമാരോടുമുള്ള കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു? എത്രമാത്രം മോശമായിട്ടാണ് അവരെ ഓരോരുത്തരെയും ഈ കോൺഗ്രസിന്റെ നേതാക്കളും സൈബർ വിഭാഗവും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നത്? ശ്രീമതി ടീച്ചറെ അവരുടെ തൊഴിലിന്റെ പേരിൽ അവരെ ടീച്ചർ എന്ന് വിളിക്കുന്ന എന്താണ്, തുന്നൽ ടീച്ചറാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടല്ലേ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ശൈലജ ടീച്ചർ വരുമ്പോൾ എന്താണ്, ശൈലജ ടീച്ചറിനെ കോവിഡ് കള്ളി എന്നും കോവിഡ് റാണി എന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്തത് അന്നത്തെ KPCC അധ്യക്ഷനായിരുന്നു. നോക്കൂ, ലോകമെമ്പാടും മനുഷ്യർ മരിച്ചു വീണപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർത്ത ഒരു ആരോഗ്യമന്ത്രിയാണെന്ന് ഏറ്റവും മോശം ഭാഷയിൽ ഇവർ അധിക്ഷേപിച്ചത്. അതിനുശേഷം ഇതാ വീണ ജോർജിന് നേരെയും
അവർ MLA ആയ കാലം തൊട്ട് തുടങ്ങിയതാണ്. അതിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നതിൻ്റെ കാരണം വേറെയാണ്. കൂട്ടത്തിൽ നിന്നൊരാൾ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് പോയതിൻ്റെ അസൂയയും കുശുമ്പും അത് വേറെ, അതങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സ്ത്രീകളോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് കാലങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും മനു, കേരളത്തിൻ്റെ ഈ ആരോഗ്യ മേഖലയിലുണ്ടായ മുന്നേറ്റത്തിന് പിന്നിൽ ഇടതുപക്ഷ സർക്കാരുകളിലും അതിൽ എടുത്തു പറയേണ്ട പേരുകൾ തന്നെയാണ് PK ശ്രീമതി ടീച്ചറുടെയും KK ശൈലജ ടീച്ചറുടെയും ഇപ്പോഴുള്ള മന്ത്രി വീണ ജോർജിൻ്റെയും പേരുകൾ. അവരാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ ആരോഗ്യ സംവിധാനത്തെ ഏറ്റവും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയത് എന്നുള്ളത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത് നേരിട്ട് അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ മികച്ച, അതായത് ഈ ആരോഗ്യ മേഖലയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത, അത് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ തീർച്ചയായും ജനങ്ങൾ അനുഭവിച്ച് അറിയുന്ന നേട്ടങ്ങളാണ്. അതിനെ താറടിച്ച് കാണിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ പ്രചരണം നടത്തുക, അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള നേതാക്കന്മാരെ, വനിതാ നേതാക്കന്മാരെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഒരു ശീലമായി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കോൺഗ്രസും അവരുടെ യുവജന സംഘടനകളും ഒപ്പം തന്നെ മുസ്ലിം ലീഗും അവരുടെ യുവജന സംഘടനകളും ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് ഇവർക്കെതിരെ, ശ്രീമതി ടീച്ചർക്കെതിരെ ഒരു കാലത്തുണ്ടായത്. അതിനുശേഷം KK ശൈലജ ടീച്ചർക്ക് ലോകം മുഴുവൻ കോവിഡിൽ വിറങ്ങലിച്ച് നിന്നപ്പോൾ നമ്മുടെ നാടിനെ ഒരു അപായവുമില്ലാതെ കാത്തു സൂക്ഷിച്ച ഈ KK ശൈലജ ടീച്ചർക്കെതിരെ വളരെ കേട്ടാൽ അറക്കുന്ന ഭാഷ പോലും ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ മോശം പ്രചരണവും ആക്രമണവുമാണ് ഉണ്ടായത്. ഇപ്പോൾ മന്ത്രി വീണ ജോർജ്, ഇന്നലത്തെ തന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെ ഏറ്റവും ഉന്നതിയിലേക്ക് കേരളത്തിലെ നയിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചാണ് മന്ത്രി കണ്ണൂരിൽ നിന്ന് മടങ്ങുന്നത്. അതിൽ തന്നെ നോക്കുക, ലോകോത്തര നിലവാരത്തിലുള്ള 200 കോടി ചിലവഴിച്ച് 300 ഏക്കറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ആയുർവേദ ഗവേഷണ കേന്ദ്രം. അത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അതിനുശേഷം ആശുപത്രി കെട്ടിടങ്ങളുടെ, ഏറ്റവും അതിമനോഹരമായ ആശുപത്രി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് തിരിച്ചു വരുന്ന വഴിയാണ് ഈ മന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെ ആദ്യ ഒരു പരിപാടിയിൽ മന്ത്രി പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ചോദിച്ചിരുന്നു. അതായത് കേരളത്തിലെ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ നേട്ടങ്ങൾക്ക് എതിരെയാണോ നിങ്ങളുടെ ഈ കരിങ്കൊടി പ്രതിഷേധം? അങ്ങനെയാണെങ്കിൽ അതിനെ പൂമാലയായി ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആരോഗ്യ മേഖലയിലുള്ള ആ ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണ്? ഈ സ്വകാര്യ ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗോള ഭീമന്മാരായിട്ടുള്ള കമ്പനികൾ, അവർക്ക് കേരളത്തിലെ ഈ പൊതുജന ആരോഗ്യ സംവിധാനത്തെ തകർത്താൽ മാത്രമേ അവരുടെ ബിസിനസ്സിനെ, വ്യവസായത്തെ ഇവിടെ വളർത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഫണ്ടിങ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലക്കെതിരെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ എല്ലാ തരത്തിലുള്ള ഈ പ്രചാരണങ്ങൾ നടക്കുന്നത്. അത് കടന്ന് അതിൻ്റെ പരിധിയെല്ലാം ലംഘിച്ചാണ് അത് മന്ത്രിക്കെതിരെയുള്ള ശാരീരിക ആക്രമണമായി അപായപ്പെടുത്തുന്നതിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. മനു, ശരിയായാലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് ഇന്നലെ KSUവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം ആളിക്കത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും ആ പ്രതിഷേധം അതേ രീതിയിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധത്തിൻ്റെ പാർട്ടിയുടെ ചൂടറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ പറയുന്ന അക്രമികൾ എന്ന് 100% നമുക്ക് പറയാൻ കഴിയും. അത് കായികമായി ആക്രമിച്ചുകൊണ്ടല്ല, നാട്ടിലെ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയമായ പ്രതിരോധം, കോൺഗ്രസിനൊന്നും മനസ്സിൽ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിരോധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മളത് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ നില തെറ്റിയിരിക്കുകയാണ്. കാരണം അവർ ഇപ്പോൾ അധികാരത്തിലെത്തും എന്ന ചിന്തയിൽ നടക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായ മനോരമയടക്കം നടത്തിയ സർവേയിൽ ഇടതു സർക്കാരിന് ഓരോ ദിവസം ചെല്ലുന്തോറും പിന്തുണ കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ നില തെറ്റുക സാധാരണമാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഏതു വിധേനയും നാട്ടിൽ കലാപമുണ്ടാക്കുക, അതിൻ്റെ മറവിൽ ഇരവാദം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി പരസ്പരം തമ്മിലടിച്ച് വേണമെങ്കിൽ അത് CPIM പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കാനും ശ്രമിക്കാം. അങ്ങനെയുള്ള ചരിത്രമുണ്ടല്ലോ ആ പാർട്ടിക്ക് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരികയാണ്. അത്രമാത്രം ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്.